ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഇനി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ നമുക്ക് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കും കൂടി യൂസ്ഫുൾ ആവുമല്ലോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ ഐഡിയകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ പല വീഡിയോസിലും നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ. എനിക്കതൊരു സന്തോഷമാണ് കേട്ടോ. നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾക്ക് നല്ല പ്രൊഫഷണൽ മെത്തേഡിൽ തന്നെ ഈസി ആയിട്ട്, അതായത് പെട്ടെന്ന് ഇതുപോലെ പൂമാല കോർത്തെടുക്കാൻ പറ്റും. ജാസ്മിൻ ഫ്ലവർ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് മാല കെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക്. നമ്മൾ ആ രീതിയിൽ ചെയ്തെടുത്തിട്ട് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതെന്ന് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഈസി ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളിത് സിംഗിൾ പെറ്റൽ വെച്ചിട്ടുള്ള മാലയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവില്ല അതിൻ്റെ ആ ഒരു തിക്നെസ്സിൽ നമ്മൾ ഒറ്റ പെറ്റൽ വെച്ചാൽ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫ്ലവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നമ്മളിതിൻ്റെ മേക്കിംഗ് വീഡിയോസ്, മെറ്റീരിയലിൻ്റെ ഇൻട്രൊഡക്ഷൻ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പൂമാല കെട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നമ്മളിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ടോളൂ കേട്ടോ. ഞാൻ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിടാം ജാസ്മിൻ ഫ്ലവർ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഫ്ലവറൊക്കെ നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം സ്റ്റെമ്മ് സെറ്റ് ചെയ്തെടുക്കണം. സ്റ്റെമ്മ് നമ്മൾ ഇത് ഗ്രീൻ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിങ്കൊക്കെ അതിലുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാം. ഇനി നമ്മൾ പെറ്റൽ സ്റ്റെമ്മ് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. ഇപ്പോൾ ഇത് വളരെ ട്രെൻഡിൽ പോകുന്ന ഒരൈറ്റാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ. റീയൂസബിൾ ആണ്, വാഷബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ട്രെൻഡിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്ത് വെക്കുന്നത് കുറച്ച് ലെങ്ത്തിലാണ് നമ്മുടെ സ്റ്റെമ്മ്. ഇത്രയും ലെങ്ത്ത് വേണ്ട നമ്മുടെ ഈ ഒരു ട്രിക്ക് വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ. കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി ഭംഗി. അപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് ഒരു ഇത്തിരി കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്ലവറിൻ്റെയും ലെങ്ത്ത് കുറേശ്ശെ കട്ട് ചെയ്ത് കളയാം. സ്റ്റെമ്മ് ഞാൻ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ് എനിക്ക് ലെങ്ത്ത് കൂടിയത്. അപ്പോൾ നിങ്ങൾ സ്റ്റെമ്മ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഒരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ സ്റ്റെമ്മുമ്മേ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ഫ്ലവറിൻ്റെ സ്റ്റെമ്മ് അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളിത് കുറച്ചധികം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാല കെട്ടി കോർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. എളുപ്പം മാത്രമല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്കിൽ മാല കോർക്കുള്ളൂ. നമ്മൾ സാധാരണ കോർക്കണതല്ലാണ്ട് തമിഴ് ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഇത്ര സ്പീഡിലല്ലേ മാല കേൾക്കുന്നത്. അത് നമ്മൾ കോർക്കുന്ന രീതി അല്ലാതെ ആ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബിഗിനർക്കൊക്കെ അത് കെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്ക് എളുപ്പത്തിലും ഈസി ആയിട്ടും തന്നെയല്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. അല്ലാതെ നമ്മൾ ഓരോ ഫ്ലവർ എടുത്തിട്ട് അതേ രീതിയിൽ ചുറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. തുടക്കക്കാരെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാത്തവരായാലും ഇത്തിരി ബുദ്ധിമുട്ടാണ് അതങ്ങനെ കെട്ടിയെടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് വളരെ സ്പീഡിൽ കോർത്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു ത്രെഡ് എടുക്കുകയാണ്. മാല കോർക്കുന്ന ത്രെഡാണ് കേട്ടോ ഇത്. ജാസ്മിൻ ഫ്ലവറൊക്കെ കെട്ടി കോർക്കുന്ന ത്രെഡാണ്. അതെടുക്കുക. അതിലേക്ക് നമ്മൾ ഇനി ഇതെങ്ങനെയാണ് കെട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് ലെങ്ത്ത് ഇങ്ങനെ മാറ്റിയിട്ടിട്ട് വേണം കേട്ടോ കെട്ടിയെടുക്കാനായിട്ട്. ആദ്യം ഒരു ഫ്ലവർ എടുത്ത് വെക്കുക. അതിനത് ഇതുപോലെ അടിയിലേക്ക് ചുറ്റിയെടുക്കുക കേട്ടോ. അടിയിലത്തെ ഫ്ലവറിലൂടെ ഇതുപോലെ കെട്ടിക്കൊടുക്കുക. ഇത്ര ഈസിയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒട്ടിക്കാതെ ചെയ്യുമ്പോൾ, നമ്മൾ ഫസ്റ്റിലിട്ട വീഡിയോ കണ്ടിട്ട് ചെയ്തവർക്ക് അറിയാം, ഒട്ടിക്കാതെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഫസ്റ്റിലെ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണമെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആദ്യമേ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ പിന്നെ ചെയ്യുള്ളൂ. അത് പാടില്ല. പിന്നെ നമ്മളെല്ലാം ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ നോക്കുകയുള്ളൂ. അത് പാടില്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മളത് മനസ്സിലാക്കി എടുക്കണം, അത് പഠിക്കണം. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഈസി ട്രിക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാവും. അത് എന്ത് കാര്യമായിട്ടും അങ്ങനെ ചെയ്യാവൂ കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്ത് പഠിക്കരുത്. ആദ്യമേ നമ്മൾ അതിൻ്റേതായ ആ ഒരു രീതിയിൽ പഠിച്ച് വെക്കുക. അതിന് ശേഷം ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കണ്ടോ. എന്ത് പെട്ടെന്നാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കൂ. ആദ്യം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ രീതിയിൽ കെട്ടിക്കോർക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ മേക്കിംഗ് പഠിക്കുന്ന സമയത്തൊന്നും ഈ ഒരു ട്രിക്കൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിത് ഏതോ ഒരു തമിഴ് ചാനലിൻ്റെ ഷോർട്സ് കാണുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അവർ വളരെ
സ്പീഡിലാണ് അവർ വീഡിയോ ഇട്ടിരുന്നത്. അവരിങ്ങനെ കോർത്ത് പോകുന്നതിൻ്റെ എന്തോ ഒരു വീഡിയോ ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. ഇത് നമ്മൾ സാധാരണ ഫ്ലവർ പോലെയല്ലല്ലോ എടുത്ത് കോർക്കുന്നത്, സിംഗിൾ ഫ്ലവർ ആയിട്ടല്ലല്ലോ കോർക്കുന്നത്. എന്നിട്ട് ഞാനൊരു 3-4 പ്രാവശ്യം ആ ഷോർട്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു. എന്നിട്ടാണ് എനിക്കത് മനസ്സിലായത്. കാരണം അതിലവരത് കാണിക്കുന്നില്ല, കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ചിലരങ്ങനെയാണല്ലോ, അവരുടെ ട്രിക്കുകളൊന്നും അവരങ്ങനെ പുറത്തേക്ക് വിടില്ല. അത് അവരുടെ ആ ഒരു ചോയ്സാണ് കേട്ടോ. അവരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. അത് അവരുടെ ഒരു ട്രിക്കാണ്, അത് പുറത്ത് അവർ പറയില്ല. അതിങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ട് എനിക്കങ്ങനെ ഈ ഒരു രീതിയിലാണ് ചെയ്തതെന്ന് ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ പിന്നെ തന്നെത്താനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് എളുപ്പമാണല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടി നമ്മുടെ ഫോളോവേഴ്സിനും കൂടി അതൊന്ന് മനസ്സിലാക്കി തരണമല്ലോ. കാരണം ഞാനിത് അറിയാത്തതുകൊണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടി ഈ മാല കോർത്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ടൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്കും കൂടി പറഞ്ഞു തന്നില്ലെങ്കിൽ ആ ഒരു ക്ലാസ് നമ്മൾക്ക് ഫുൾഫിൽ ആവില്ല എന്ന് എനിക്ക് തോന്നി. അതുപോലെ പെയ്ഡ് ക്ലാസ്സിലും ഞാനിപ്പോൾ ഈ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെയ്ഡായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അതുപോലെ ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസും നമ്മൾ പെയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ബാച്ച് വരുന്നത് മെയ് 20-നാണ്. അപ്പോൾ ഒട്ടും സമയമില്ല, വേഗം ജോയിൻ ആയിക്കോളൂ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. ഇനി ഇത് നല്ല കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാല കോർത്ത് കുറച്ചൊക്കെ ആകുമ്പോൾ ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾ നല്ല അടുപ്പിച്ച് കോർക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു മാല കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കോർക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.